നമസ്കാരം. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി ടെഹ്റാനിലെ അതീവ സുരക്ഷാ സൗകര്യങ്ങളുള്ള ഒരു ഭൂഗർഭ ബങ്കറിലേക്ക് മാറിയതായി റിപ്പോർട്ടുകൾ. മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ഈ നീക്കമെന്നാണ് വിവരം. ടെഹ്റാനിലെ ഭൂഗർഭ കേന്ദ്രത്തിലാണ് ഖമേനി ഇപ്പോൾ ഉള്ളതെന്നാണ് ഇറാൻ ഇന്റർനാഷണൽ റിപ്പോർട്ട് ചെയ്യുന്നത്. US ആക്രമിച്ചേക്കുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമായതിന് പിന്നാലെയാണ് സുരക്ഷാർത്ഥം ഖമേനി തന്റെ വാസസ്ഥലം മാറ്റിയത്. ഖമേനിയുടെ മൂന്നാമത്തെ മകനായ മസൂദ് ഖമേനി തന്റെ പിതാവിന്റെ ഓഫീസിന്റെ ദൈനംദിന കാര്യങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ടെന്നും ഇറാന്റെ എക്സിക്യൂട്ടീവ് ബ്രാഞ്ചുകളുമായിട്ടുള്ള ആശയവിനിമയത്തിന്റെ പ്രാഥമിക പങ്കാളിയായി പ്രവർത്തിക്കുന്നുണ്ടെന്നും അതിൽ കൂട്ടിച്ചേർത്തു. എന്നാൽ ഖമേനി സാധാരണ നിലയിൽ തന്നെ തന്റെ ഔദ്യോഗിക ചുമതലകൾ നിർവഹിക്കുന്നുണ്ടെന്നും ബങ്കറിൽ അഭയം തേടിയിട്ടില്ലെന്നും ഇറാനിയൻ ഔദ്യോഗിക വൃത്തങ്ങൾ വ്യക്തമാക്കി. സൈനിക ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ കഴിയുന്ന ബങ്കർ സംവിധാനത്തിനുള്ളിലാണ് ഖമേനി അഭയം തേടിയതെന്നാണ് റിപ്പോർട്ടുകൾ. സൈനിക സുരക്ഷാ വലയത്തിനുള്ളിൽ പ്രവർത്തിക്കുന്ന ഈ ഭൂഗർഭ ഒളിത്താവളത്തിലേക്കാണ് ഖമേനി മാറിയതെന്നും ഏജൻസികൾ പറയുന്നു. മിഡിൽ ഈസ്റ്റിൽ അമേരിക്ക വിമാനവാഹിനി കപ്പലുകളും മറ്റ് സൈനിക സന്നാഹങ്ങളും വിന്യസിക്കുന്നത് സൈനിക നീക്കത്തിന്റെ സൂചനയായി ഇറാൻ കാണുന്നുണ്ട്. ഖമേനി എവിടെയെന്ന് കൃത്യമായി സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും അമേരിക്കൻ ആക്രമണത്തെക്കുറിച്ച് ഇറാൻ ഭയപ്പെടുന്നുണ്ട് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള വാക്പോരും സൈനിക നീക്കങ്ങളും ശക്തമായതോടെ പശ്ചിമേഷ്യൻ ആകാശം യുദ്ധഭീതിയിലാണ്. ദാവോസിലെ ലോക സാമ്പത്തിക ഫോറത്തിൽ പങ്കെടുത്ത ശേഷം മടങ്ങവേ വിമാനത്തിൽ വെച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ പ്രസ്താവനകളാണ് ആശങ്ക വർദ്ധിപ്പിച്ചത്. അമേരിക്കയുടെ വൻ സന്നാഹങ്ങളുള്ള പടക്കപ്പലുകളുടെ കൂട്ടം ഗൾഫ് മേഖലയിലേക്ക് നീങ്ങുകയാണെന്ന് ട്രംപ് വെളിപ്പെടുത്തിയിരുന്നു. ഇതിനെല്ലാം പിന്നാലെ ഖമേനി തന്റെ വാസസ്ഥലം മാറ്റിയതോടെ ആശങ്കയും വർദ്ധിച്ചിരിക്കുകയാണ്. ഖമേനി പൊതുവേദികളിൽ കാണാത്തതും മകൻ ഭരണപരമായ കാര്യങ്ങളിൽ ഇടപെടുന്നതുമാണ് ഖമേനി ഒളിത്താവളത്തിൽ ഒളിച്ചിരിക്കുകയാണെന്നുള്ള റിപ്പോർട്ടുകൾക്ക് ശക്തി പകരുന്നത്. ഖമേനിക്കെതിരെയുള്ള ഏതൊരു നീക്കവും അമേരിക്കയ്ക്കെതിരായ യുദ്ധപ്രഖ്യാപനമായി കണക്കാക്കുമെന്ന ഇറാനിയൻ ഭീഷണികളും അമേരിക്കൻ സൈനിക നീക്കങ്ങളും ഈ സംഭവ വികാസങ്ങൾക്ക് പിന്നിലുണ്ട്. അതേസമയം ഖമേനി ബങ്കർ ഉപയോഗിക്കുന്നില്ലെന്നും സുരക്ഷാ പ്രോട്ടോക്കോളുകൾ പാലിച്ച് തന്റെ കൂടിക്കാഴ്ചകളും ഔദ്യോഗിക ചുമതലകളും സുരക്ഷിതമായി നിർവഹിക്കുന്നുണ്ടെന്നുമാണ് ഔദ്യോഗിക വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. പശ്ചിമേഷ്യയുടെ ഉറക്കം കെടുത്തിയ ഇറാനിലെ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം കെട്ടടങ്ങിയിട്ടും ട്രംപ് ഭീഷണി തുടരുകയായിരുന്നു. അമേരിക്കൻ യുദ്ധക്കപ്പലുകളും ഇറാൻ ലക്ഷ്യമാക്കി സഞ്ചാരം ആരംഭിച്ചുവെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. USS എബ്രഹാം ലിങ്കൺ എന്ന വിമാനവാഹിനി കപ്പലും ഇറാനിലേക്ക് നീങ്ങുകയാണെന്നും നിലവിൽ ഇത് ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് ഉള്ളതെന്നും US നേവി ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തിയതായി അസോസിയേറ്റഡ് പ്രസും റിപ്പോർട്ട് ചെയ്തിരുന്നു. അമേരിക്കൻ ഭീഷണിക്ക് കടുത്ത ഭാഷയിലാണ് ഇറാനും മറുപടി നൽകിയത്. ഇസ്രയേലും അമേരിക്കയും ഏതെങ്കിലും തരത്തിൽ അധിനിവേശത്തിന് മുതിർന്നാൽ പഴയതുപോലെയാവില്ല, ട്രിഗറിലാണ് വിരലുള്ളത്, ഞൊടിക്കേണ്ട താമസം മാത്രമേ ഉള്ളൂ എന്നായിരുന്നു ഇറാൻ റവല്യൂഷണറി ഗാർഡ് കമാൻഡർ ജനറൽ മുഹമ്മദ് പക്പോറിന്റെ മുന്നറിയിപ്പ്. പരമോന്നത നേതാവിന്റെ ഉത്തരവുകൾ നടപ്പിലാക്കാൻ ഇറാൻ സൈന്യം എക്കാലത്തും സജ്ജമാണെന്നും ഏതൊരു ആക്രമണത്തെയും യുദ്ധമായി കണക്കാക്കുമെന്നായിരുന്നു ഇറാന്റെ മുന്നറിയിപ്പ്. ഇറാൻ സാധ്യമായ ഏറ്റവും കഠിനമായ രീതിയിൽ തന്നെ പ്രതികരിക്കുമെന്നും ഒരു മുതിർന്ന ഇറാനിയൻ സൈനിക ഉദ്യോഗസ്ഥൻ റോയിട്ടേഴ്സിനോട് വ്യക്തമാക്കിയിരുന്നു. ഇത്തരം വെല്ലുവിളികളും ഭീഷണികളും എല്ലാം തന്നെയാണ് ആക്രമണം ഉടനെ ആരംഭിക്കുമെന്ന ആശങ്ക ശക്തമാകുന്നതിന് കാരണം. അമേരിക്കയുടെ നീക്കങ്ങൾ ഗൾഫ് രാജ്യങ്ങളെയും ആശങ്കയിലാക്കുന്നുണ്ട്. കാരണം എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും അമേരിക്കയുടെ സൈനിക സാന്നിധ്യമുണ്ട്. ഇറാൻ തിരിച്ചടി തുടങ്ങിയാൽ ഈ കേന്ദ്രങ്ങളായിരിക്കും ലക്ഷ്യമിടുക. മാത്രമല്ല പശ്ചിമേഷ്യയിൽ വ്യാപിച്ചു കിടക്കുകയാണ് ഷിയ വിഭാഗക്കാർ. ഇറാനെതിരായ അമേരിക്കയുടെ നീക്കം സായുധ സംഘങ്ങളുടെ സംഘാടനത്തിന് ഇടയാക്കുമെന്നും ഗൾഫ് ഭരണകൂടങ്ങൾ ഭയപ്പെടുന്നുണ്ട്.